മെഡിക്കൽ ചെക്കപ്പ് വേണ്ട, ഒരു തേങ്ങയും വേണ്ട. നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുത്താൽ ഡേ 1 മുതൽ ഫുൾ കവറേജ് കിട്ടുന്ന വേറെ ഏത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഇന്ത്യയിലുള്ളത്? ഇന്നത്തെ കാലത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ആർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മളെ കേരളത്തിലുള്ള പ്രവാസികൾക്ക് വേണ്ടി മാത്രമായിട്ട് കേരള ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത നോർക്ക കെയർ പ്ലസ് എന്ന ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഫേസ് 2 രജിസ്ട്രേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ തന്നെ 5 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, സാധാരണ ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് ഇതിനുള്ളത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യാം. ആദ്യമേ പറയട്ടെ, ഈ ഒരു ഇൻഷുറൻസിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പം ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 1 മാസം മാത്രമാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തുക. മാക്സിമം എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം നമുക്കറിയാം, നമുക്കൊരു ഒറ്റ ഹോസ്പിറ്റൽ കേസ് വന്നാൽ തീരും നമ്മളെ എല്ലാ കാര്യങ്ങളും. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഈ നോർക്ക കെയർ പ്ലസ്? കേരളത്തിലെ പ്രവാസികൾക്കും അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങൾക്കും ഇന്ത്യയിൽ മികച്ച ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നോർക്ക റൂട്ട്സും അതുപോലെ തന്നെ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയായിട്ട് സഹകരിച്ച് കഴിഞ്ഞ വർഷം, അതായത് 2025 സെപ്റ്റംബറിൽ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാലത്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയാണിത്. ഇതിൽ കഴിഞ്ഞ വർഷം കേരളത്തിലുള്ള പ്രവാസികളുടെ അടുത്ത് നിന്ന് തന്നെ വളരെ മികച്ച പ്രതികരണം കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഏകദേശം 25,000-ഓളം ആളുകൾ ഇതിൽ അംഗത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് വെർഷൻ, അതായത് ഇതിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്ത് കുറച്ചുകൂടി ബെനിഫിറ്റൊക്കെ ആഡ് ചെയ്ത് ഇതിൻ്റെ സെക്കൻഡ് വെർഷനാണ് ഇപ്പം പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ സമയം അല്ലെങ്കിൽ ഇതിൽ അംഗത്തെടുക്കാനുള്ള സമയം ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 18 വരെയാണ്. ഒരു പക്ഷേ ഇതിൻ്റെ സമയം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. പക്ഷേ ഇപ്പം നിലവിൽ ഓഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 18 വരെയാണ് ഇതിൻ്റെ സമയം. ഇനി ആർക്കൊക്കെ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ ജോയിൻ ചെയ്യാൻ പറ്റും? ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോർക്കേൻ്റെ ID കാർഡ് ഉണ്ടായിരിക്കണം. നിങ്ങൾ പ്രവാസി ആയാൽ മാത്രം പോരാ, നിങ്ങൾക്ക് നിർബന്ധമായിട്ട് നോർക്കേൻ്റെ ID കാർഡ് ഉണ്ടായിരിക്കണം ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ ജോയിൻ ചെയ്യാം. നോർക്കേൻ്റെ ID കാർഡ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രായം 18 വയസ്സിനും 70 വയസ്സിനും ഇടയിലായിരിക്കണം. പക്ഷേ നിങ്ങളെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്പെൻഡൻസിൻ്റെയോ പ്രായം 70 വയസ്സിന് മുകളിലായാലും കുഴപ്പമില്ല, അത് 80 വയസ്സ് വരെ കുഴപ്പമില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കുന്ന ആളോ ആയിരിക്കണം. ഇനി അതോ അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിന് പുറത്ത് ഇന്ത്യൻ്റെ ഉള്ളിൽ ഏതെങ്കിലും സ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കണം. ഈ 3 കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് ഈ ഒരു നോർക്ക കെയർ പ്ലസ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. ഇനി ആരൊക്കെയാണ് ഈ ഒരു ഇൻഷുറൻസിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഈ ഒരു കവറേജിൽ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും? ഇതിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ഇൻഷുറൻസ് എടുക്കാൻ. ഒന്നാമത്തത് നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി മാത്രം എടുക്കാം. ഇനി നിങ്ങൾക്ക് രണ്ടാമത്തെ കേസിൽ നിങ്ങൾക്ക് ഫാമിലി ഫുൾ കവറായിട്ട് എടുക്കാം. മാക്സിമം എല്ലാവരും ഫുൾ കവർ എടുക്കാൻ നോക്കുക. കാരണം നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ ചിലവ് വന്നാലും നമ്മൾ തന്നെയാണല്ലോ വഹിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ട് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആരൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്പൗസ് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ്. രണ്ടാമത്തെ പറഞ്ഞാൽ നിങ്ങളെ മക്കളെന്ന് പറയുമ്പോൾ 25 വയസ്സിന് താഴെയുള്ള 2 മക്കളാണ് ഈ ഒരു പ്ലാനിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് 25 വയസ്സിന് താഴെയുള്ള 2-ൽ കൂടുതൽ മക്കൾ 3-4 കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അതിന് കുറഞ്ഞ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻഷുറൻസിൽ നിങ്ങൾ 10 ലക്ഷം രൂപയുടെ മുകളിലുള്ള കവറേജ് എടുക്കുകയാണെങ്കിൽ നിങ്ങളെ മാതാപിതാക്കളെ മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളെ സ്പൗസിൻ്റെ മാതാപിതാക്കളെയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളെ ഭാര്യേൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മനെയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി മാതാപിതാക്കളെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവരെ കേസിൽ അപ് ടു 80 വയസ്സ് വരെയുള്ള ആളുകളെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എത്ര രൂപയുടെ കവറേജാണ് ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ കിട്ടുക? ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള പ്ലാനുകളുണ്ട്. ഇതിൽ 5 ലക്ഷം രൂപയുടെയും അതുപോലെ 10 ലക്ഷത്തിൻ്റെയും 15 ലക്ഷത്തിൻ്റെയും 20 ലക്ഷത്തിൻ്റെയും 25 ലക്ഷത്തിൻ്റെയും ഒക്കെ പ്ലാനുകളുണ്ട്. ഇതുകൂടാതെ 50 ലക്ഷത്തിൻ്റെയും 1 കോടി രൂപ വരെ കിട്ടുന്ന കവറേജുള്ള പ്ലാനുകളും ഇതിലുണ്ട്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രീമിയം വ്യത്യസ്തമായിരിക്കും. ഇനി ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന് സാധാരണ ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണുള്ളത്? ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന് യാതൊരുവിധ മെഡിക്കൽ ചെക്കപ്പും ഇല്ല. നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള 90% ഹെൽത്ത് ഇൻഷുറൻസുകളും ഡീറ്റെയിൽ ആയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടാവും. അതായത് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഇപ്പം നിലവിൽ ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ സിംറ്റംസ് നിങ്ങളുടെ ശരീരത്തിലുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും. പക്ഷേ ഈ നോർക്കേൻ്റെ ഹെൽത്ത് ഇൻഷുറൻസിന് യാതൊരുവിധ മെഡിക്കൽ ടെസ്റ്റുകളും ഇല്ല. ഇനി ഇതിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ വെയിറ്റിംഗ് പീരീഡ്. അതായത് ഡേ 1 മുതൽ തന്നെ നിങ്ങൾക്ക് ഫുൾ കവറേജ് കിട്ടും. ഇപ്പോൾ ഈ മെഡിക്കൽ ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലുള്ള 90%
ഹെൽത്ത് ഇൻഷുറൻസുകൾക്കും നിങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. അതായത് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് 6 മാസം അല്ലെങ്കിൽ 1 വർഷം 2 വർഷം വരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത്രയും സമയത്ത് ഉള്ള ഹെൽത്ത് കേസുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസുകൾക്ക് നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടില്ല. പക്ഷേ ഈ നോർക്കൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് ഡേ 1 മുതൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഹോസ്പിറ്റൽ കേസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കവറേജ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റൂം വാടക ഏകദേശം 10,000 സാധാരണ റൂമുകളാണെങ്കിൽ അപ് ടു 10,000 വരെയും, ഇനി ICU റൂമുകളാണെങ്കിൽ നിങ്ങൾക്ക് അപ് ടു 20,000 രൂപയും ഒരു ദിവസം കവറേജ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിൻ്റെ മുമ്പുള്ള 30 ദിവസമുള്ള കവറേജുകളും, അതായത് ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള എക്സ്പെൻസുകളും, നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഏകദേശം 60 ദിവസം വരെയുള്ള ഹോസ്പിറ്റൽ ആയിട്ട് ബന്ധപ്പെട്ട ചിലവുകളും ഇതിൽ കവറാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ ആയുർവേദ, യുനാനി, ഹോമിയോപ്പതി തുടങ്ങിയ ചികിത്സകൾക്കൊക്കെ കവറേജ് കിട്ടുന്നതായിരിക്കും. ഇതിന് പക്ഷേ ഒരു വർഷം മാക്സിമം 50,000 രൂപയാണ് കവറേജ് കിട്ടുക. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ പ്രീമിയം വരുന്നത്, അല്ലെങ്കിൽ എത്ര രൂപയാണ് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഓരോ ഫാമിലി കവർ കിട്ടാൻ വേണ്ടിയിട്ട് അടക്കേണ്ടത്? അതിനു മുമ്പ് നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ചാനൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. കാരണം നിങ്ങളെ ഓരോരുത്തരെയും സപ്പോർട്ടാണ് നമുക്കിതുപോലെയുള്ള കണ്ടൻറ്റുകൾ ചെയ്യാനുള്ള പ്രചോദനം. ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പ്രകാരമാണ് നിങ്ങൾ പ്രീമിയം അടക്കേണ്ടത്. നിങ്ങൾ 5 ലക്ഷം രൂപയുടെ ഏറ്റവും മിനിമം കവറേജ് എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് എടുക്കുകയാണെങ്കിൽ 5,499 രൂപയും, ഇനി ഫാമിലി ഫുൾ കവർ എടുക്കുകയാണെങ്കിൽ 9,039 രൂപയാണ് നിങ്ങൾ പ്രീമിയം അടക്കേണ്ടത്. അതുപോലെ 10 ലക്ഷത്തിൻ്റെയും 15 ലക്ഷത്തിൻ്റെ 20 ലക്ഷത്തിൻ്റെ എല്ലാത്തിൻ്റെയും പ്രീമിയം ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനി ഏറ്റവും വലിയ 1 കോടി രൂപയുടെ പ്ലാനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു ഇൻഡിവിജ്വലായിട്ട് എടുക്കുകയാണെങ്കിൽ 19,439 രൂപയും, ഇനി നിങ്ങൾ 1 കോടി രൂപയുടെ ഫാമിലി ഫുൾ കവർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 34,107 രൂപയാണ് പ്രീമിയം വരുന്നത്. അതുപോലെ തന്നെ വേറെ കാര്യം പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, ഈ പോളിസി കാലാവധി ഏപ്രിൽ 14, 2027 വരെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും 1 വർഷത്തേക്ക് ഈ ഒരു ഇൻഷുറൻസ് പുതുക്കാവുന്നതാണ്. ഇനി ഏതൊക്കെ ഹോസ്പിറ്റലാണ് ഈ ഇൻഷുറൻസ് ആക്സെപ്റ്റ് ചെയ്യുക? എന്തോ ഒലക്കമല ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ നാട്ടിലുള്ള ഹോസ്പിറ്റലിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യണമല്ലോ, അതിലാണല്ലോ കാര്യം കിടക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഏകദേശം 900ഓളം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യും. അതുപോലെ ഇന്ത്യയിലുള്ള ഏകദേശം 28,000ഓളം ഹോസ്പിറ്റലിൽ ഈ ഇൻഷുറൻസ് ആക്സെപ്റ്റ് ചെയ്യും. ഇനി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ ഇൻഷുറൻസ് ആയിട്ട് ടൈപ്പ് ഇല്ലാത്ത ഹോസ്പിറ്റലിലാണ് നിങ്ങൾ ചികിത്സ തേടുന്നതെങ്കിൽ അവിടെ നമുക്ക് പേയ്മെൻറ്റൊക്കെ അടച്ചതിന് ശേഷം ആ ബില്ല് സമർപ്പിച്ച് കഴിഞ്ഞാൽ ആ എമൗണ്ട് നിങ്ങൾക്ക് തിരികെ കിട്ടുന്നതാണ്. ഇനി കേരളത്തിലുള്ള ഈ 900 ഹോസ്പിറ്റലിൻ്റെയും അതുപോലെ ഇന്ത്യയിലുള്ള 28,000 ഹോസ്പിറ്റലിൻ്റെയും ഫുൾ ലിസ്റ്റ് ഞാൻ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളെ പ്രദേശത്തെ അല്ലെങ്കിൽ നിങ്ങളെ നാട്ടിൽ ഏതൊക്കെ ഹോസ്പിറ്റലിലായിട്ടാണ് ഇത് ടൈപ്പ് ഉള്ളതെന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഇൻഷുറൻസിൽ എന്തെല്ലാം കവർ അല്ലാത്തത്, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യത്തിലാണ് നിങ്ങളെ ഇൻഷുറൻസ് കിട്ടാത്തത്? ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോൺ മെഡിക്കൽ എക്സ്പെൻസ്. അതായത് നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ രജിസ്ട്രേഷൻ ഫീ ഉണ്ടാവും, അതുപോലെ അഡ്മിഷൻ ഫീ ഉണ്ടാവും, അതുപോലെ ഈ നിങ്ങൾ കോസ്മെറ്റിക്സ് കിറ്റുകൾ, അതുപോലെ നമ്മൾ ഈ സർജറി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് സിറിഞ്ച്, അതുപോലെ അതിൻ്റെ പഞ്ഞി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോൺ മെഡിക്കൽ അല്ലാത്ത എക്സ്പെൻസുകളൊന്നും ഇതിൽ കവർ ആവില്ല. ഇനി ഇതിൽ രണ്ടാമത്തെ കാര്യമാണ് സൗന്ദര്യവർദ്ധക ചികിത്സകൾ. അതായത് പല ആളുകളും മുഖത്തിൻ്റെ ഷേപ്പ് കൂട്ടാനോ അല്ലെങ്കിൽ കുറക്കാനോ അങ്ങനെ ഷേപ്പ് മാറ്റാനൊക്കെ പ്ലാസ്റ്റിക് സർജറി കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സൗന്ദര്യം കൂട്ടാനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാൻ ഈ ഒരു ഇൻഷുറൻസ് കവർ ആവില്ല. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ആക്സിഡൻ്റൊക്കെ പറ്റിയിട്ട് നിങ്ങൾ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഇതിൽ കവർ ആവും. ഇനി മൂന്നാമത്താണ് ജന്മനാ ഉള്ള വൈകല്യങ്ങൾ. അതായത് നമ്മളെ ഫാമിലി കവർ എടുത്ത ഒരാൾ അവരെ കുട്ടിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള വൈകല്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ കവർ ആവില്ല. ഇനി നാലാമത്താണ് മെറ്റേണിറ്റി ബെനിഫിറ്റ്. അതായത് പല ആളുകളും ഈ ഡേ 1 മുതൽ ഇൻഷുറൻസ് കവർ ആവുമെന്ന് ഇതിൽ കണ്ടപ്പം പല ആളുകളും മെറ്റേണിറ്റി പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർ ഈ ഒരു ഇൻഷുറൻസ് എടുത്തിട്ട് മെറ്റേണിറ്റി എക്സ്പെൻസ് മൊത്തം ഇതിൽ കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ അവരോടാണ് ഇതിൽ മെറ്റേണിറ്റി കവർ ഒരു തരത്തിലും 1 രൂപ പോലും കവർ ആവില്ല. പക്ഷേ നിങ്ങളെ ഫാമിലി കവർ എടുത്ത ഒരാളാണെങ്കിൽ നിങ്ങളെ കുട്ടിക്ക് ഡേ 1 മുതൽ മെറ്റേണിറ്റി സംബന്ധമല്ലാത്ത വേറെ ഏതെങ്കിലും രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളോ വന്നിട്ട് അഡ്മിറ്റ് ആകുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഇൻഷുർ കിട്ടുന്നതാണ്. ഇനി ഇതിൽ അഞ്ചാമത്താണ് ആത്മഹത്യ മൂലം ഉണ്ടാകുന്ന പരിക്കുകൾ. അതായത് ഒരാൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു, അയാൾ മരിച്ചില്ല, അപ്പോൾ അയാൾക്ക് വലിയ പരിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ആൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള എക്സ്പെൻസുകളൊന്നും ഇതിൽ കവർ ചെയ്യൂല. ഇനി പല ആളുകളുടെയും സംശയമായിരിക്കും, ഞാൻ പ്രവാസിയാണിപ്പോൾ,
അപ്പോൾ ഈ ഇൻഷുറൻസ് എടുത്തിട്ട് ഞാൻ നാട്ടിൽ തിരിച്ച് സെറ്റിലായാൽ അല്ലെങ്കിൽ നാട്ടിലേക്ക് സെറ്റിലായി കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസ് പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഇൻഷുറൻസ് വൺസ് എടുക്കുന്ന സമയത്താണ് നോർക്ക ID കാർഡും നിങ്ങളുടെ വിസയും വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ വേണ്ടു. വൺസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വർഷം റിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതായത് നിങ്ങൾ നാട്ടിൽ തിരിച്ച് സെറ്റിലായാലും ഈ ഇൻഷുറൻസ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. ഇനി എന്തൊക്കെ രേഖകളാണ് ഈ ഇൻഷുറൻസ് എടുക്കാൻ നിങ്ങൾക്ക് വേണ്ടത്? ഇതിലൊന്നാമത്തെ കാര്യം ആധാർ കാർഡ് പിന്നെ നമ്മളെ പൗരത്വം തെളിയിക്കുന്ന ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിനും നമുക്ക് ആധാർ കാർഡ് വേണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നോർക്ക ID കാർഡ്. നിങ്ങൾ പ്രവാസിയായാൽ പോരാ, നിങ്ങൾക്ക് നോർക്ക ID കാർഡ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. നോർക്ക ID കാർഡ് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്നതാണ്. മാക്സിമം ഒരാഴ്ചയൊക്കെ സമയം മതി, നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിൻ്റെയും നിങ്ങളെ ഫുൾ ഫോട്ടോ, അതായത് ഫുൾ ഫോട്ടോ എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. അത് ഓരോരുത്തരെയും സെപ്പറേറ്റ് ഫോട്ടോ ആണ്. അതുപോലെ നിങ്ങളെ വിസേൻ്റെ കോപ്പി. ഇനി വിസേൻ്റെ കോപ്പി ഇല്ലാത്ത ആളുകൾ, അതായത് പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യാത്ത കേസാണെങ്കിൽ നിങ്ങളെ ആ ഒരു കൺട്രീൻ്റെ ID ഉണ്ടാവും. ഇപ്പോൾ എമിറേറ്റ്സ് ID, ഖത്തർ ID എന്നൊക്കെ പറയും പോലെ ID ഉണ്ടാവും. ഇത്രയും രേഖകളാണ് നിങ്ങൾക്ക് ഈ ഒരു ഇൻഷുറൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടത്. ഇനി എങ്ങനെയാണ് ഇത് അപേക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്? നോർക്കേൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ ആണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഇത്രയും രേഖകൾ അല്ലെങ്കിൽ ഇത്രയും ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ലളിതമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾ ഒരിക്കലും നാട്ടിൽ വേണമെന്നില്ല, നിങ്ങൾ വിദേശത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒരു കാര്യം ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്, ഇതിൻ്റെ ഡേറ്റ്, അപേക്ഷിക്കേണ്ട ഡേറ്റ് ഓഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 18 വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്രയും വേഗം ഇത് അപ്ലൈ ചെയ്യുക. പക്ഷേ ആരും തന്നെ ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഏതെങ്കിലും രീതിയിലുള്ള തെറ്റോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നമുക്കിത് പണിയാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും അക്ഷയയിലോ ഇനി അതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും കഫേയിലോ അവർ ത്രൂ ചെയ്യുക. ഇനി വേറൊരു പ്രത്യേക കാര്യം എടുത്തു പറയേണ്ടതെന്ന് ഈ നോർക്ക കെയർ പ്ലസ് എന്ന് പറയുന്നത് വെറൊരു ഹെൽത്ത് ഇൻഷുറൻസ് മാത്രമല്ല, ഇതൊരു അപകട മരണ ഇൻഷുറൻസും കൂടിയാണ്. അതായത് ആരെ പേരിലാണോ ഈ ഇൻഷുറൻസ് എടുത്തത് അല്ലെങ്കിൽ ആർക്കാണോ ഈ നോർക്ക ID ഉള്ളത്, അവർ ഏതെങ്കിലും രീതിയിലുള്ള അപകടം മൂലം മരണപ്പെടുകയാണെങ്കിൽ അവരുടെ ഫാമിലിക്ക് ഫുൾ ക്ലെയിം കിട്ടുന്നതായിരിക്കും. അതായത് 10 ലക്ഷമോ 15 ലക്ഷമോ എത്ര രൂപയുടെ കവറേജാണ് എടുത്തത്, അപ്പോൾ ആ ഒരു എമൗണ്ട് അവരുടെ ഫാമിലിക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി എല്ലാവരോടും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് ആർക്കും തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഹോസ്പിറ്റൽ കേസ് നമുക്കോ അല്ലെങ്കിൽ നമ്മളെ ഫാമിലിക്കോ വരികയാണെങ്കിൽ നമ്മളെല്ലാ സമ്പാദ്യങ്ങളും തീരും, അല്ലെങ്കിൽ നമ്മൾ കടം കയറാൻ അത് മതി. അപ്പോൾ എല്ലാവരും തന്നെ നിർബന്ധമായിട്ടും പ്രത്യേകിച്ച് പ്രവാസികൾ ഈ ഒരു ഇൻഷുറൻസ് പരമാവധി ഉപയോഗപ്പെടുത്തുക. കാരണം സാധാരണ മാർക്കറ്റിലുള്ള റേറ്റിനേക്കാളും കുറവാണ്. സാധാരണ മാർക്കറ്റിലുള്ള മറ്റുള്ള ഹെൽത്ത് ഇൻഷുറൻസിനേക്കാളും ഒരുപാട് ബെനിഫിറ്റുകൾ ഇതിനുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ ഒരു ഇൻഷുറൻസ് എടുക്കുക. അതുപോലെ നിങ്ങളെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. മാക്സിമം എല്ലാവരിലേക്കും ഈ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ എത്തിക്കുക. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. എനിക്ക് പറ്റുന്ന രീതിയിൽ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം എന്നെ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.